അപ്പോൾ നമ്മൾ സാധാരണ പറയും പ്രായം തളർത്താത്ത പോരാളി. Yes. അപ്പോൾ അങ്ങനെ പ്രായം തളർത്താത്ത ഒരു പോരാളി, ഒരു അമ്മ, ആ അമ്മയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അരുവിക്കരയിലെ സാവിത്രി അമ്മ വയസ്സായെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാതെ സ്വന്തമായി ഹോട്ടൽ നടത്തി ജീവിക്കുകയാണ് സാവിത്രി അമ്മ. അമ്മയുടെ ഹോട്ടൽ എവിടെയാ? അത് അരുവിക്കരയിലാണ്. അതെ. അരുവിക്കരക്കാർക്ക് സുപരിചിതമാണ് അമ്മച്ചിക്കടയിലെ രുചി. 74-കാരി സാവിത്രിയമ്മയാണ് സംരംഭത്തിന് പിന്നിൽ. ഭർത്താവിൻ്റെ മരണശേഷം കുടുംബം നോക്കാനാണ് പാചകം തൊഴിലായി തിരഞ്ഞെടുത്തത്. വർഷങ്ങളോളം തിരുവനന്തപുരത്തെ പല ഹോട്ടലുകളിലായി ജോലി. 8 വർഷത്തോളമായി സ്വന്തം സംരംഭം ആരംഭിച്ചിട്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് ഹോട്ടൽ പണിക്കൊക്കെ ജോലിക്ക് പോയി ഹോട്ടൽ പണിയെല്ലാം പഠിച്ച് വാട്ടോസ് ക്യാൻറ്റീൻ നടത്തി. 3 വർഷം അവിടെ ക്യാൻറ്റീൻ നടത്തി. അത് കഴിഞ്ഞ് ഞാൻ പാളയത്ത് 3.5 വർഷം നടത്തി വീഡിയോ ചാനലിൻ്റെ അവിടെ. അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോടത്ത് വീണ്ടും ജോലിക്ക് പോകും. പിന്നെ ഇരുമ്പേലെ കടയെടുത്ത് അത് കഴിഞ്ഞിപ്പോൾ ഇവിടെ ഞാൻ 8 വർഷമായി വന്നിട്ട് ബറോട്ട അടിക്കും. നല്ല രീതിയിൽ ബറോട്ട അടിക്കും. പാചകങ്ങളെല്ലാം നല്ല ചെയ്യും. കല്യാണ പാചകത്തിന് പോയിട്ടുണ്ട്. പ്രധാന പാചകക്കാരി സാവിത്രിയമ്മ തന്നെയാണ്. സഹായത്തിന് മറ്റ് 3 സ്ത്രീകൾ കൂടിയുണ്ട്. അവർക്കും ഇതൊരു ഉപജീവന മാർഗമാണ്. ദോശയും പൊറോട്ടയും അപ്പവും ചിക്കനുമൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ഭക്ഷണ ഇനങ്ങൾ. ഉച്ചസമയത്തെത്തിയാൽ പൊള്ളിച്ച മീനും കൂട്ടി ഊണ് കഴിക്കാം. ഇവിടെ പ്രധാനമായിട്ട് ചിക്കൻ തോരൻ, ബീഫ്, ചിക്കൻ കറി, ഊണ്, പൊറോട്ട, ദോശ, അപ്പം, പുട്ട്. എനിക്ക് പറ്റുന്നുള്ളോരം ഞാൻ ചെയ്യും. എനിക്കിത് ഭയങ്കര ബഹുമാനപ്പെട്ട ഒരു തൊഴിലാണ്. ഈ പണി എനിക്ക് മതിയാക്കാൻ ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ജനങ്ങൾക്കൊക്കെ എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. അതിലെനിക്ക് ഭയങ്കര അഭിമാനവും സന്തോഷവുമാണ്. എനിക്കിത് വളരെ വളരെ ഒരുപാട് സന്തോഷമുള്ള ഒരു തൊഴിലാണ്. വാർദ്ധക്യത്തിന് തളർന്നു കൊടുക്കാതെ ജീവിതോട്ടത്തിലാണ് സാവിത്രിയമ്മ ഇന്നും. എഴുപത്തിനാലാം വയസ്സിലും സാവിത്രിയമ്മ ജോലി തിരക്കിലാണ്. അമ്മ അടുക്കളയിൽ ഉണ്ടാക്കുന്നത് കേവലം ഭക്ഷണം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് സ്നേഹക്കൂട്ട് കൂടിയാണ്. ക്യാമറമാൻ അനന്തുബി നായർക്കൊപ്പം AV ജയശങ്കർ, 24 തിരുവനന്തപുരം. എന്തായാലും ഈ 74-ാം വയസ്സിൽ അമ്മയ്ക്ക് ഒരു അമ്മ യഥാർത്ഥത്തിൽ അമ്മ വയ്ക്കുന്ന ഈ പാചകം, അമ്മ വയ്ക്കുന്ന ഭക്ഷണത്തിൻ്റെയൊക്കെ ടേസ്റ്റ് നമുക്ക് ഇവിടെ ഈ സ്റ്റുഡിയോ നിൽക്കുമ്പോൾ തന്നെ തോന്നുന്നുണ്ട്. ആ ചിക്കൻ കറിയൊക്കെ ഒന്ന് അലമ്പിയല്ലോ. ആ അലമ്പല് നമ്മുടെ മനസ്സിലാണ് കിടന്ന് അലമ്പിയത്. അപ്പോൾ അല്ലേ അവിടെ കഴിക്കണമെന്ന് നീ ആഷ്മിയാണെങ്കിൽ ഇങ്ങനെ ഒരു പിടി പിടിച്ച് ഒരൊറ്റ പിടി അല്ലേ. നല്ല ചിക്കൻ കണ്ട ആഷ്മി എങ്ങനെയാ? എനിക്ക് ഇഷ്ടം. ഞാൻ കണ്ടിട്ടുണ്ട്. 4 കൊല്ലമായിട്ട് പട്ടിണി നടന്ന പോലെ അതേ വേഗത്തിൽ വെട്ടി വീഴുന്നത്. ഈ അമ്മയ്ക്ക് ഒരു ഉമ്മ, ഞാൻ ഈ സോനാചാരി അതെങ്ങനെ കാണിക്കാൻ നോക്കുന്നത്, ഉമ്മ അത് ഇങ്ങനെ കാണിക്കുന്നത്. അങ്ങനെയായിരിക്കും അതായിരിക്കും എന്റെ കറക്റ്റ് അല്ലേ സോന? അത് അങ്ങനെ തന്നെ സോന കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സോനയുടെ ജോലി അനുവദിക്കണം. അപ്പൊ സാവിത്രി അമ്മയുടെ യഥാർത്ഥത്തിൽ അരുവിക്കര ഈ ഹോട്ടലിലേക്ക് കടയിലേക്ക് അവിടുത്തെ ഉള്ള ആൾക്കാർ ഒരു വൃതാനുഷ്ഠാനം പോലെ പോയി ഭക്ഷണം കഴിക്കട്ടെ. അത് ഈ പ്രായത്തിൽ അമ്മയുടെ ഒരു അധ്വാനം. അമ്മയെ അരുവിക്കരയിൽ എത്തിയാല് അമ്മ നോക്കിക്കോ, ഞങ്ങൾ ഭക്ഷണം കഴിക്കും, കാശും തരും. വന്നിരിക്കും. ഉച്ചയ്ക്ക് ചോറും പൊള്ളിച്ച മീനും.